പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വാസവൻ പുളിക്കലിനെ അന്വേഷിക്കാൻ ഏർപ്പാട് ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ശ്രീകാന്ത് ആണെങ്കിൽ ശ്രീകാന്തിൻ്റെ ആളുകളെ പുളിക്കലിനെ കണ്ടുപിടിക്കാൻ വേണ്ടി ഏർപ്പാട് ചെയ്യുന്നു. ശ്രീകാന്തിൻ്റെ നിലപാടിൽ പുളിക്കലിനെ കണ്ട് കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അദ്ദേഹത്തെ തീർത്തു കളയുക എന്നതാണ്. പക്ഷേ വാസവനാണെങ്കിൽ തൻ്റെ മകനെ കൊല്ലാൻ കാരണമായത് വിക്രം തന്നെയാണോ എന്ന ഒരു സത്യം അറിയാൻ വേണ്ടിയിട്ടായിരിക്കും. എന്താണ് സത്യാവസ്ഥ എന്നറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ തിരച്ചിലെല്ലാം നല്ല രീതിയിൽ തന്നെ നടക്കുന്നു. പക്ഷേ പുളിക്കലിനെ കണ്ടുപിടിക്കാൻ ആർക്കും സാധിക്കില്ലായിരിക്കും. ദീപ്തി അങ്ങനെ ഒരു ദിവസം വിക്രത്തിൻ്റെയും വേദയുടെയും റൂമിലേക്ക് സംസാരിക്കാനായിട്ട് വരുന്നു. ശേഷം ദീപ്തി വേദയെ നോക്കിയിട്ട് പറയുകയാണ്, എന്നെ വരുണിൻ്റെ അച്ഛൻ വിളിച്ചിരുന്നു. ആണോ? എന്നിട്ട് എന്തു പറഞ്ഞു? പുളിക്കലിനെ കുറിച്ച് ഒരു വിവരവും ഇതുവരെ കിട്ടിയില്ല എന്നാണ് പറഞ്ഞത്. ഈ സമയം വിക്രം പറയുകയാണ്, പുളിക്കലിനെ കിട്ടാതെ സത്യം തെളിയിക്കാൻ പോകുന്നില്ല, ആർക്കും ഒന്നും അറിയാൻ പോകുന്നില്ല എന്നുള്ള കാര്യം ഇങ്ങനെ പറയുമ്പോൾ വേദ പറയുകയാണ്, അയാളെ കണ്ടുപിടിക്കാൻ ഞാനും ശ്രമങ്ങൾ നടത്തുന്നുണ്ട്, സത്യം തെളിയും, എനിക്ക് ഉറപ്പുണ്ട് വിക്രം എന്നിങ്ങനെ പറഞ്ഞ് വിക്രത്തെ സമാധാനിപ്പിക്കുകയാണ് വേദ. ഈ സമയം ദീപ്തി പറയുന്നുണ്ട്, പുളിക്കലിനെ കണ്ടുപിടിച്ച് സത്യം അറിയുമ്പോൾ ആയിരിക്കും വിക്രം ചേട്ടൻ നിരപരാധിയാണോ അല്ലയോ എന്ന് അറിയാൻ സാധിക്കൂ. അതിൽ മാത്രമേ ഞാൻ വിശ്വസിക്കൂ. എനിക്ക് ആരെയും വിശ്വാസമില്ല ചേച്ചി, അതുകൊണ്ടാണ് ഞാനിപ്പോൾ അങ്ങനെ ആയിപ്പോയി എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് വേദ പറയും, ആയിക്കോട്ടെ മോളെ, അപ്പോൾ മാത്രം നീ വിശ്വസിച്ചാൽ മതി, അതിനൊരു കുഴപ്പമില്ല. അങ്ങനെ ദീപ്തി റൂമിൽ നിന്നും ഇറങ്ങുന്നു. വിക്രത്തോട് അങ്ങനെയൊന്നും അധികം സംസാരിക്കുന്നൊന്നും ഉണ്ടാവില്ല, പക്ഷേ ഇങ്ങനെ നോക്കുന്നൊക്കെ ഉണ്ടാകും. അപ്പോൾ ദീപ്തി പോയി കഴിയുമ്പോൾ വേദ അങ്ങനെ ഡോർ അടയ്ക്കുന്നു. ശേഷം വേദ വിക്രത്തെ നോക്കി ഇങ്ങനെ നോക്കുമ്പോൾ നല്ല ടെൻഷൻ അടിച്ച് ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും വിക്രം. ഒന്നും സംസാരിക്കുന്നുണ്ടാവില്ല. അപ്പോൾ വേദയാണെങ്കിലും ചോദിക്കും, എന്താ വിക്രം ആകെ ടെൻഷനായിരിക്കുന്നേ? എന്താണെന്നറിയില്ല, ഒരു ഭയം, ഒന്നും ശരിയാകില്ലേ എന്നൊക്കെ ഒരു തോന്നലിങ്ങനെ വന്നു തുടങ്ങുകയാണിപ്പോൾ. ഇതുവരെ എനിക്കൊരു ധൈര്യം ഉണ്ടായിരുന്നു, ഇപ്പോൾ അതെല്ലാം നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണോ എന്നൊരു തോന്നൽ. എന്തിനാ നെഗറ്റീവായിട്ട് ഇങ്ങനെ ചിന്തിക്കുന്നത്? എല്ലാം ശരിയാകും. ഈശ്വരൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും. നമ്മൾ കൈയൊഴിയില്ല വിക്രം, എന്നെ വിശ്വസിക്കൂ എന്നിങ്ങനെ വേദ ഇങ്ങനെ സമാധാനിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ വിക്രത്തിൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുകയാണ്. ഈ സമയം വിക്രം ചിരിച്ചുകൊണ്ട് പതുക്കെ പറയും, നീ പറഞ്ഞ എനിക്ക് വിശ്വാസമാണ് വേദ. അങ്ങനെ വിക്രം വേദയുടെ കണ്ണുകളിൽ കുറച്ചു നേരം നോക്കി നിൽക്കുന്നു. കുറച്ച് സമയം കഴിയുമ്പോൾ അങ്ങനെ വേദ വിക്രത്തോട്ട് പറയാണ്, വിക്രം എങ്കിൽ പോയി ഒന്ന് ഫ്രഷ് ആയിക്കോളൂ. ഞാൻ പിന്നെ ഫ്രഷ് ആയിക്കോളാം, എനിക്കെന്തോ ഒരു മൂഡില്ല. അയ്യേ നാറ്റേ, വേഗം പോയി കുളിച്ചേ, ഞാൻ പ്ലാസ്റ്റിക് കവർ കെട്ടിത്തരാം കാലിൽ, കാണിക്കൂ എന്നിങ്ങനെ പറയും. വേണ്ട ഞാൻ ചെയ്തോളാം എന്നിങ്ങനെ വിക്രം ആണെങ്കിലും പറയുന്നുണ്ട്. കുഴപ്പമില്ലെന്നേ, കാണിക്കൂ. അങ്ങനെ വേദ വിക്രത്തിൻ്റെ കാലിൽ പ്ലാസ്റ്റിക് കവറൊക്കെ കെട്ടിക്കൊടുക്കുന്നുണ്ട് കുളിക്കാനായിട്ട്. തലമുടിയൊക്കെ ആകെ ഡ്രൈ ആയാലോ എന്നിങ്ങനെ വിക്രത്തിൻ്റെ ഹെയർ ഇങ്ങനെ തൊട്ടിട്ട് വേദ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ വിക്രം ആണെങ്കിലും പറയും, അമ്മയായിരുന്നപ്പോൾ ഇടയ്ക്ക് എണ്ണയൊക്കെ തേച്ച് ഇങ്ങനെ മസാജ് ചെയ്ത് തരുമായിരുന്നു. ഞാനായിട്ട് എണ്ണയൊന്നും തേക്കാൻ പോകാറൊന്നുമില്ല, എനിക്കതിന് സമയം കിട്ടാറില്ല. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ഇപ്പോൾ ഹെയറൊക്കെ ഇങ്ങനെ ഡ്രൈ ആയത് എന്നിങ്ങനെ പറയുന്ന സമയത്ത് വേദ പറയും, ഒരു മിനിറ്റ് ഞാൻ ഇപ്പോൾ വരാം. അങ്ങനെ വേദ വെളിച്ചെണ്ണ എടുത്തുകൊണ്ട് വരുന്നു. ഇത് കാണുന്ന വിക്രം ചോദിക്കും, അല്ല എന്തെടുക്കാൻ പോയതാ? കണ്ടറിയില്ലേ, വെളിച്ചെണ്ണയാണ്. അല്ല ഇപ്പം എന്തിനാ എടുത്തോണ്ട് വന്നത്? വിക്രത്തിൻ്റെ തലമുടിയിൽ ഞാൻ തേച്ചു തരാം, മസാജും ചെയ്തു തരാം. ഇവിടെ ഇപ്പോൾ അമ്മയ്ക്ക് വന്നിപ്പോൾ ചെയ്തു തരാനൊന്നും സാധിക്കില്ലല്ലോ. തൽക്കാലം ഇപ്പോൾ ഞാൻ ചെയ്തു തരാം. അമ്മ ചെയ്യുന്ന അത്രയ്ക്കും പെർഫെക്റ്റ് ആയിന്ന് വരില്ല, പക്ഷെ ഞാൻ എന്തായാലും ചെയ്തു തരാം എന്നിങ്ങനെ പറയുമ്പോൾ, അല്ല അത് വേദയ്ക്ക് ബുദ്ധിമുട്ടാകില്ലേ എന്നിങ്ങനെ വിക്രം ചോദിക്കും. അപ്പോൾ വേദ പറയും, ബുദ്ധിമുട്ടൊക്കെയാണ്, പക്ഷെ സാരല്ല, ഞാൻ ചെയ്തു തരാമെന്നേ. അങ്ങനെ വേദ വിക്രത്തിൻ്റെ ഒരു കട്ടിലിരുത്തിയതിന് ശേഷം തലയിൽ ഓയിൽ ഇട്ട് കൊടുത്ത് മസാജ് ചെയ്യുകയാണ്. ഈ ഒരു സമയം വിക്രത്തിന് വളരെയധികം സന്തോഷമാകുന്നുണ്ട്. അപ്പോൾ അവരിങ്ങനെ എണ്ണ ഇങ്ങനെ തേച്ച് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഒരു പാട്ടൊക്കെ ഇടുന്നുണ്ട്, ഏതോ ഒരു മഴനൂലിൽ നിന്നുള്ള ഒരു സോങ്ങൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ ഇടുന്നുണ്ട്. അപ്പോൾ നല്ലൊരു റൊമാൻറ്റിക് സീനായിരുന്നു അത്. അങ്ങനെ വിക്രം ചിരിച്ചുകൊണ്ട് ആശ്വാസത്തിലിരിക്കുന്നു. അവർ പരസ്പരം ഓരോന്നൊക്കെ സംസാരിക്കുന്നൊക്കെ ഉണ്ടാവും, പക്ഷെ എന്താണെന്ന് കാണിക്കുന്നില്ല. അങ്ങനെ വിക്രം കുളിക്കാനായി പോകുന്നു.